കോഴിക്കോട് ചെക്യാട് വേവത്ത് വിദ്യാർത്ഥിക്ക് നേരെ തെരുവ് നായ പാഞ്ഞെടുത്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥിക്ക് വീണ് പരിക്കേറ്റു. 3ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സയാനാണ് കൈക്ക് പരിക്കേറ്റത്. ഇത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിക്ക് നേരെ വന്ന അതേ സ്ഥലമാണല്ലോ. അഖില, ഇത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുഞ്ഞിന് നേരെ, അത് തിരിച്ച് ഇവിടുന്നായിരുന്നു ട്രാവലർ വന്നത്, അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണല്ലേ? അതെ ദിവിഷ്, അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ്. ഈ നാദാപുരം ചെക്യാട് പാറക്കടവ് ഭാഗത്ത് സ്ഥിരമായി ഇത്തരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. അപ്പോൾ ഈ സ്കൂളിൽ പോകുന്നവരും മദ്രസ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ പുലർച്ചെ ജോലിക്ക് പോകുന്നവരും എല്ലാം വലിയ ഭീതിയിലാണ് എന്നാണ് നാട്ടുകാർ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. അതായത് ഇന്ന് അപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് 3ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് സിയാന് നേരെയാണ്. അപ്പോൾ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ വീട്ടിലെ ഗേറ്റ് തുറന്നു കിടന്നതുകൊണ്ടും സമയോചിതമായി ട്രാവലറിലെ ഡ്രൈവർ വണ്ടി നിർത്തി ഉച്ചത്തിൽ ഹോൺ അടിച്ചതുകൊണ്ടും മാത്രമാണ് മുഹമ്മദ് സിയാൻ ഇന്ന് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നത്. മുഹമ്മദ് സിയാൻ കയ്യിന് നിസ്സാര പരിക്കുണ്ടെങ്കിലും വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ മുഹമ്മദ് സിയാൻ ഇന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേ സമയത്ത് ഏകദേശം രാവിലെയോടെ ഒരു പെൺകുട്ടിക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. 2 പെൺകുട്ടികൾക്ക് നേരെയാണ്. അതായത് മദ്രസ വിട്ട് വരികയായിരുന്ന 2 പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഒരു കുട്ടി മറ്റു ദിശയിലേക്ക് ഓടിപ്പോകുന്നു. ശേഷം ഈ ഒരു പെൺകുട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തെരുവുനായ പാഞ്ഞെടുക്കുന്നത്. അന്നും ഇതേ സമയത്ത് ഒരു ട്രാവലർ വരികയും അവിടെ വണ്ടി നിർത്തുകയും സമീപത്ത് മകളെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി വന്ന ഒരു വീട്ടമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിയും രക്ഷപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്കൂൾ വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികളും എല്ലാം പോകാൻ ഉപയോഗിക്കുന്ന പ്രധാന വഴിയാണ്. പുലർച്ചെ സമയത്തും ഇത്തരത്തിൽ നിരവധി തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് എന്നാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. ഒരു ആക്രമണം ഉണ്ടായാൽ മാത്രം നടപടിയെടുക്കുക എന്നത് നല്ല പ്രവണതയല്ല. അപ്പോൾ നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നതിൽ കൃത്യമായ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരെല്ലാം വലിയ ആശങ്കയിലുമാണ്. ശരി, അഖില CP ആണ് വിവരങ്ങൾ നൽകിയത്.